പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം മിണ്ടരുത്. എനിക്കത് ഇഷ്ടമല്ല. പോളണ്ടിന് എന്താണ് കുഴപ്പം? കേട്ടിട്ട് തീരുമാനിക്കൂ. പോളണ്ടിനെ കുറിച്ച് പറയണമായിരുന്നോ വേണ്ടയോ? ടീമിലെ ആളുകളെ നിലനിർത്തണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 6 കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേതാണ് പി. പി ഫോർ പർപ്പസ്. ഓരോ എംപ്ലോയീസിനും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതിന് അവർക്കൊരു പേർപ്പസ് ഉണ്ടാവും. ചില ആളുകൾക്ക് പൈസയായിരിക്കും വേണ്ടത്. ചില ആളുകൾക്ക് കൺവീനിയൻസ് ആയിരിക്കും. ട്രാവലിങ്ങിനുള്ള എളുപ്പമായിരിക്കാം. ചില ആളുകൾക്ക് ആ പർട്ടിക്കുലർ ചെയ്യുന്ന ജോലിയോടുള്ള ഇഷ്ടമായിരിക്കാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പർപ്പസ് ഉണ്ട് ഒരു ജോലി തിരഞ്ഞെടുക്കുന്നതിന്. അതെന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അടുത്തത് ഓ ഫോർ ഓണർഷിപ്പ്. നമ്മുടെ എംപ്ലോയീസ് ഓണർഷിപ്പ് തന്നെത്താൻ എടുക്കില്ല. നമ്മൾ കൊടുക്കണം. നമ്മൾ കൊടുക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? നമ്മൾ ആ ഓണർഷിപ്പ് നിന്ന് പിന്മാറണം. എപ്പോഴും നമ്മൾ തന്നെ ഓണറായി നിന്ന് നമ്മൾ പറയുന്നത് തന്നെയല്ല അവർ കേൾക്കണം. അവർക്ക് തന്നെത്താൻ ഡിസിഷൻ എടുക്കാൻ കഴിയില്ല. അവർക്ക് വർക്ക് ഡെലിഗേറ്റ് ചെയ്യില്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ഓണർഷിപ്പ് എടുക്കാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് വർക്കിൽ ഓട്ടോണമി കൊടുക്കണം. അടുത്തത് എൽ. എൽ ഫോർ ലേണിംഗ്. എംപ്ലോയീസിന് ലേൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊടുക്കണം. അവർ തന്നെത്താൻ പഠിക്കില്ല. പലരും പറയാറുണ്ട് അവരൊന്നും പഠിക്കുന്നില്ല എന്നുള്ളത്. അവർക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കണം. അവർക്ക് പഠിക്കാനുള്ള സമയം കൊടുക്കണം. അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എവിടെയാണ് പഠിക്കാനുള്ള സമയം? അപ്പോൾ സ്ഥാപനത്തിൽ തന്നെ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അവർക്ക് കൂടെ കൂടെ ഓരോ പീരിയഡിലും കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ അവർ വർക്കിൽ ഇമ്പ്രൂവ് ആവുള്ളൂ, എഫിഷ്യൻ്റ് ആവുള്ളൂ. അടുത്തത് എ. എ ഫോർ അപ്രിസിയേഷൻ. നമ്മൾ എംപ്ലോയീസിനെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക്, അത് ചെറിയ കാര്യമായാലും ശരി വലിയ കാര്യമായാലും, അവരെ അപ്രിഷിയേറ്റ് ചെയ്യണം. അപ്രിഷിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അറിയണം. അറിയണമെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കണം. അപ്പോൾ അവർ ചെയ്യുന്ന ഓരോ റിപ്പോർട്ടിങ്ങിൽ നിന്നും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, തന്നെത്താൻ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടെത്തി അവരെ അപ്രിഷിയേറ്റ് ചെയ്യുക എന്നത് ഒരു കൾച്ചറാക്കി മാറ്റണം സ്ഥാപനത്തിൽ. അടുത്തത് എൻ. എൻ ഫോർ നേർച്ചർ എന്ന് വെച്ചാൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ എപ്പോഴും എംപ്ലോയീസിനെ കാണുമ്പോൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. തനിക്ക് എന്താടോ ഇവിടെ പണി? താൻ എന്തിനാടോ പിന്നെ ഇവിടെ വരുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കി അവർക്ക് വേണ്ട സമയങ്ങളിൽ അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ മനസ്സിലാക്കി, ഇപ്പോൾ അവർ ഒരു ദിവസം വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് അവർ വർക്ക് ചെയ്യുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ നമ്മൾ ഹാൻഡ് ഹോൾഡ് ചെയ്ത് കൊണ്ടുവരണം. ലാസ്റ്റ് ഡി. ഡി ഫോർ ഡയറക്ഷൻ. എംപ്ലോയീസിന് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് കൊടുക്കണം. മാത്രമല്ല അവർക്ക് ഗോൾസ് കൊടുക്കണം. ഏത് ദിശയിലേക്കാണ് അവർ പോകേണ്ടത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അവർക്ക് ഗോൾസും ഡയറക്ഷൻസും സെറ്റ് ചെയ്ത് കൊടുത്താലാണ് അവരെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്ക് കൃത്യമായി മനസ്സിലാകുകയുള്ളൂ. സോ ഇഫ് ദർ ഇസ് എ ഡയറക്ഷൻ ഇൻ വർക്ക്, ദേ വിൽ വർക്ക് പ്രോപ്പർലി. ഓൾവേസ് റിമെമ്പർ POLAND. ഇനി നിങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യൂ, പോളണ്ടിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരപ്രദമായോ ഇല്ലയോ എന്ന്.